ഹായ് നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ടു മുംബൈ അച്ചയൻസ്. നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ യുദ്ധം. ഈ ഏതാനും ദിവസങ്ങളായി ലോകം മുഴുവൻ ആശങ്കയോടെ വീക്ഷിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളെക്കാൾ ഉപരി ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നത് ലോകത്തിലുള്ള സാധാരണ മനുഷ്യജനങ്ങൾക്കാണ്. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉറ്റവരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും അറിയുന്നവരും ഒട്ടനവധി പേർ ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ കുടുംബം പോറ്റിയും ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ ജീവിക്കുന്നുണ്ട്. യുദ്ധം അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഇതിൻ്റെ നാളെയുടെ അവസ്ഥയെക്കുറിച്ച് ഒക്കെ അവരോടൊപ്പം നാട്ടിലിരിക്കുന്ന നമ്മളെല്ലാം ആശങ്കാകുലരാണ്. വേദനയോടെയാണ് ഇതിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മളൊക്കെ ഓരോ നിമിഷവും മുമ്പോട്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിനുള്ള കാരണമോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളുടെ ചേതോവികാരമോ ഒന്നും നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്, വലിയ വിഷയമാണ്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധം മൂലം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെക്കുറിച്ചാണ്. ഒരു യുദ്ധവും നാശമുണ്ടാക്കാതെ പോയിട്ടില്ല. ഒരു യുദ്ധവും സമാധാനത്തിൻ്റേതുമല്ല. യുദ്ധങ്ങളെല്ലാം അസമാധാനത്തിൻ്റേതാണ്, നാശനഷ്ടങ്ങളുടേതാണ്. ഒരുപക്ഷെ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രതലവന്മാർക്ക് അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കുന്ന ഭരണാധികാരികൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിൻ്റെ നായകരാണ് ഞങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ യുദ്ധങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുമായിരിക്കാം. പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ ഇരുഭാഗത്തുമുള്ള അതേ രാഷ്ട്രങ്ങളിലെ തന്നെ ജനങ്ങളും ഒന്നും അറിയാത്ത നിസ്സഹായരായ പാവപ്പെട്ട, ഇപ്പോൾ നാം കണ്ടതാണ് കൊച്ചു കുട്ടികൾ എത്ര പേരാണ് മരിച്ചു വീണത്. കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത വളരെ നിസ്സഹായരായ, വളരെ പാവപ്പെട്ടവരായ, അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന നല്ല മനുഷ്യരായ എത്രയോ പേരാണ് ഇതിൽ മരണമടയുകയും ജീവിച്ചിരുന്നാൽ തന്നെ ഇതിൻ്റെ കെടുതിയിൽ വെന്തു നീറുകയും ചെയ്യുന്നത്. യുദ്ധങ്ങൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് മഹാഭാരത ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് നാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നിടത്ത്, അല്ലെങ്കിൽ അതിനുശേഷം അത് വിശകലനം ചെയ്തുകൊണ്ട് മറ്റുള്ളവർ പല ലേഖനങ്ങളും പലതും തയ്യാറാക്കുമ്പോഴൊക്കെ വളരെ വ്യക്തമായ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധം അത് നടക്കുന്ന സമയത്തെ ഒരു യുദ്ധമായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ഭാവി കാലങ്ങളിൽ എന്നും നിലനിൽക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ അവസാനം, യുദ്ധത്തിൻ്റെ പരിസമാപ്തിക്ക് ശേഷം അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, യുദ്ധം ഒരിക്കലും നല്ലതല്ല, യുദ്ധം ഒരിക്കലും നന്മയ്ക്കുള്ളതല്ല, നാശനഷ്ടങ്ങളുടെ വലിയ ഒരു സമ്മാനമാണ് യുദ്ധത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. അവിടെയും ആ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം യുദ്ധത്തിന് മുമ്പ് ചില നിബന്ധനകൾ എഴുതി വച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രാവർത്തികമാക്കാൻ അനുശാസിച്ചിരുന്നത് എങ്ങനെയാണ്, എതിരാളികളെ ഏതൊക്കെ സമയത്ത് ആക്രമിക്കാം, ഏതൊക്കെ സമയത്ത് ആക്രമിക്കാൻ പാടില്ല, ഏതൊക്കെ മാന്യത പുലർത്തണം എന്ന് വളരെ വ്യക്തമായി ആ യുദ്ധത്തിന് മുമ്പ് ഇരുകൂട്ടരും തീരുമാനമെടുത്തിരുന്നതാണ്. അതൊക്കെ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെയും നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും യുദ്ധത്തിൻ്റെ കെടുതിയിൽ കൊണ്ടുവരരുത് എന്ന ഒരു ആശയത്തെയാണ് ഈ യുദ്ധം ലംഘിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശവും പിടിച്ചല്ല നമ്മൾ പറയുന്നത്. യുദ്ധം എപ്പോഴും
അശാന്തിയുടെ പ്രകടനമാണ്. ഇനി ഈ യുദ്ധത്തിന് എന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നാം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, യുദ്ധത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആ ഭരണാധികാരികളുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി. ഇത് വലിയ അന്താരാഷ്ട്ര യുദ്ധമാണ്. പക്ഷേ നാമൊക്കെ ദൈനംദിനം നമ്മുടെ വീടുകളിലും അയൽപക്കങ്ങളിലും സമൂഹത്തിലും നമ്മുടെ ദേശത്തും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്താഗതി നമ്മുടെയും മനസ്സിലില്ലേ എന്ന് പറഞ്ഞാൽ, യുദ്ധം ചെയ്യാനുള്ള ഒരു ത്വര, അത് നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. അതിൽ നിന്നാണ് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുകയും കലഹിക്കുകയും ദേഷ്യപ്പെടുകയും ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ത്വര ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. നിസ്സാര കാര്യം മതി, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കി യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ആളുകളോട്, നമുക്കറിയാവുന്നവരുടെ അടുത്ത്, നമ്മുടെ പ്രദേശത്തുള്ളവരോട്, അല്ലെങ്കിൽ നമ്മളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നവരോടൊക്കെ ഏതു സമയവും ഒരു യുദ്ധപ്രഖ്യാപനത്തിന് തയ്യാറായിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ നടക്കുന്നത്. നിസ്സാര കാര്യം മതി. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലോ അല്ലെങ്കിൽ ഇതിൽപ്പെട്ട കക്ഷികളുടെ തന്നെ ചില മാറിയ ചിന്താഗതിയോ മതിയാകാം. ഇപ്പം നമ്മൾ ഒരാളുമായി വഴക്കുണ്ടാക്കുന്നു, ആ വഴക്കൊന്ന് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ഒരു മൂന്നാമന് സാധിച്ചേക്കാം. അല്ലെങ്കിൽ ഞാനും ആരുമായാണോ വഴക്കിടുന്നത് അതിൽ ഒരു വ്യക്തി ഒരല്പം സംയമനത്തോടെ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തീരാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടാകൂ. ഒരിക്കൽ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ അടുത്ത് വന്ന്, അത്ര അധികം പരിചയമില്ലാത്ത ഒരാളാണ്, പക്ഷേ മുൻപിലുണ്ടായ ഒരു വിഷയത്തിൻ്റെ പുറത്ത് വന്നിരുന്ന് ഇയാളെ വല്ലാണ്ട് അസഭ്യം പറയുകയാണ്. മറ്റേ ആളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് മറ്റേ ആൾ പ്രതികരിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. ഇയാൾക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞ് തീർത്തു. അങ്ങനെയാണല്ലോ, വേറൊരാൾ പ്രതികരിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പറയാൻ തോന്നുന്നത്. പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം പറയാൻ തോന്നുന്നത്, നമ്മൾ തന്നെ അങ്ങ് നിർത്തിക്കളയും. ഈ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മറുവശത്തുള്ള മനുഷ്യൻ്റെ പ്രതികരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ പറച്ചിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഞാനല്ല. എൻ്റെ ഒരു സഹോദരനുണ്ട്, എന്നെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളും അദ്ദേഹവുമായിട്ടോ പ്രശ്നം, അയാളോട് പറയേണ്ടതാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർത്തോ എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലെയാണ് രണ്ട് പേര് തമ്മിൽ വഴക്കടിക്കുമ്പോൾ ഒരാൾ ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറുഭാഗത്തുള്ള ഒരാൾ ഒന്ന് താന്നു കൊടുത്ത്, ഒന്നും മിണ്ടാതിരുന്ന് എല്ലാം കഴിയുമ്പോൾ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചാൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചു പറഞ്ഞ് തർക്കത്തിലൂടെ വാക്കുകളിലൂടെ അയാളെ ജയിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വിജയമായിരിക്കാം അയാൾ ആ സമയം അനുഭവിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. ആ വിജയം മറ്റേ വിജയത്തേക്കാൾ വലിയ വിജയമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് പൊതുവെ പറയുന്നത്, യുദ്ധത്തിലായിക്കോട്ടെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലായിക്കോട്ടെ, മനുഷ്യർ തമ്മിലുള്ള യുദ്ധത്തിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരല്പം സമചിത്തതയോടെ, സംയമനത്തോടെ, ക്ഷമാശീലത്തോടെ, സാന്ത്വന മാനസിക അവസ്ഥയോടെ ഒന്ന് ശാന്തമായി പ്രതികരിച്ചാൽ അവിടെ അവസാനിക്കാവുന്നതേ ഉള്ളൂ യുദ്ധങ്ങൾ. അതുകൊണ്ട് മനുഷ്യൻ തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ചിന്താഗതി വച്ചു പുലരട്ടെ. ഒരു ഭാഗം ഒന്ന് താന്നു കൊടുക്കുക. നമ്മൾ യുദ്ധത്തിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടത് സമാധാനമാണ്. എല്ലാവർക്കും സമാധാനം നിറഞ്ഞ നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.